ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. ഞാൻ പഠിപ്പിക്കുന്നത് എക്കണോമിക്സ് ആയിരുന്നു. അപ്പോൾ എക്കണോമിക്സിലെ ബാങ്കിങ് മേഖലയിലെ പ്രധാനപ്പെട്ട ചില പ്രീവിയസ് ചോദ്യങ്ങൾ, അതായത് മുൻകാല പരീക്ഷകൾ ചോദിച്ച ചോദ്യങ്ങളെ കുറിച്ചാണ് നാം ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. മുൻകാലങ്ങളിൽ പ്രധാനപ്പെട്ട ചില ബാങ്കുകളുടെ പേരുകളായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ATMന്റെ കുറച്ച് വിശേഷങ്ങൾ, അപ്പോൾ അതാണ് നാം ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോകൾ കൃത്യമായി കാണുക. പ്രീവിയസ് ചോദ്യങ്ങളാണ്, ഏറ്റവും അധികം പ്രാധാന്യമർഹിക്കുന്ന ചോദ്യങ്ങളാണ്. ഏവർക്കും വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ബാങ്കിംഗ് മേഖല, ബാങ്കുകളെ കുറിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിച്ച് PSC ചോദിക്കുന്ന ഒന്ന് രണ്ട് പ്രധാന ചോദ്യങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് ആദ്യം വരാം. ആദ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ് എന്ന് ഒരുപാട് മത്സര പരീക്ഷകളിൽ PSC ചോദിച്ചൊരു ചോദ്യമാണ്. സ്റ്റേറ്റ് ആയാലോ സെൻട്രൽ ആയാലോ PSCകളിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്ക്, ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ബാങ്ക്സ് എന്ന മേഖലയിൽ ഉള്ള പ്രീവിയസ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ, ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യ ബാങ്ക്, ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമുക്ക് പറയാം. അത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യ ബാങ്ക്. ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. അപ്പോൾ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇവിടെ ചോദ്യമുണ്ട്, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ രൂപം കൊണ്ട വർഷം, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്നാണ് രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ അത് 1770. രൂപം കൊണ്ടത് 1770 1732 വരെയായിരുന്നു ബാങ്കിന്റെ കാലാവധി. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. അത് രൂപം കൊണ്ട വർഷം 1770 അത് 1732 വരെയായിരുന്നു ആ ബാങ്കിന്റെ കാലാവധി. അത് കഴിഞ്ഞപ്പോൾ ആ ബാങ്ക് ക്ലോസ് ആയി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ കാലാവധി 1770 സ്റ്റാർട്ട് ചെയ്തു, 1732 ആ ബാങ്ക് സ്റ്റോപ്പ് ചെയ്തു. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ആസ്ഥാനം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കൊൽക്കത്ത, അന്നത്തെ കൽക്കട്ടയിലായിരുന്നു ഹെഡ്ക്വാർട്ടേഴ്സ് അത് കൽക്കട്ട. അപ്പോൾ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൽക്കട്ടയിലായിരുന്നു. അടുത്തായിട്ട് ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് ചെക്ക് സിസ്റ്റം. ഇന്ത്യയിൽ ആദ്യമായി ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ബാങ്ക്, ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് ചെക്ക് സിസ്റ്റം, ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് ചെക്ക് സിസ്റ്റം. ഇന്ത്യയിൽ ആദ്യമായി ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ആദ്യമായി ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബംഗാൾ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി ചെക്ക് ഏർപ്പെടുത്തിയ ബാങ്കാണ് ബംഗാൾ ബാങ്ക്. ബംഗാൾ ബാങ്കിന്റെ കാലാവധി 1784 ബാങ്ക് ആരംഭിക്കുന്നത്. 1791 വരെയായിരുന്നു കാലാവധി. 1784 ബാങ്ക് ആരംഭിച്ചപ്പോൾ തന്നെ ബാങ്കില് ചെക്ക് സമ്പ്രദായം കൂടി നടപ്പിലാക്കിയ ഒരു ബാങ്കായിരുന്നു ബംഗാൾ ബാങ്ക്. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ കൃത്യമായി പഠിക്കുക. PSCയുടെ പ്രീവിയസ് ചോദ്യങ്ങളാണ്, അതോട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ വർഷങ്ങളൊക്കെയും. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കുക, ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. വർഷം 1770 മുതൽ 1732 വരെ. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൽക്കട്ടയിലായിരുന്നു. ദെൻ ഇന്ത്യയിൽ ആദ്യമായി ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബംഗാൾ ബാങ്ക്. വർഷം 1784 മുതൽ 1791 വരെ. ഇനി ഈ ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ വർഷം എന്നാണ് ചോദിച്ചത് ആരംഭിച്ചപ്പോൾ തന്നെ ചെക്ക് സമ്പ്രദായം കൂടി ഏർപ്പെടുത്തി. അപ്പോൾ 1784 തന്നെയാണ് ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ വർഷം ചോദിച്ചാലും എഴുതേണ്ടത്. രണ്ട് കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിൽ ആദ്യമായി സേവിങ്സ് ബാങ്ക് സൗകര്യം ഏർപ്പെടുത്തിയ ബാങ്ക്, ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ഇംപ്ലിമെന്റഡ് സേവിങ്സ് ബാങ്ക് സിസ്റ്റം, ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ഇംപ്ലിമെന്റഡ് സേവിങ്സ് ബാങ്ക് സിസ്റ്റം. ഇന്ത്യയിൽ ആദ്യമായി സേവിങ്സ് ബാങ്ക് സിസ്റ്റം ഏർപ്പെടുത്തിയ ബാങ്ക്, ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് സേവിങ്സ് ബാങ്ക് സിസ്റ്റം. അപ്പോൾ അതിന്റെ ഉത്തരം പ്രസിഡൻസി ബാങ്ക് ഓഫ് ബംഗാൾ. പ്രസിഡൻസി ബാങ്ക് എന്നായിരുന്നു ഉത്തരം. കൃത്യമായ പേര്, അതിന്റെ ഫുൾ നെയിം ചോദിക്കുകയാണെങ്കിൽ പ്രസിഡൻസി ബാങ്ക് ഓഫ് ബംഗാൾ എന്നാണ്. അപ്പോൾ 1806 പ്രസിഡൻസി ബാങ്ക് ഓഫ് ബംഗാൾ രൂപം കൊള്ളുന്നത്. 1921 അത് SBIയുടെ മുൻകാല രൂപമായ ഇമ്പീരിയൽ ബാങ്കിലേക്ക് മാറി. അപ്പോൾ ഓർമ്മിക്കുക, പ്രസിഡൻസി ബാങ്ക്, കൃത്യമായ പേര് പ്രസിഡൻസി ബാങ്ക് ഓഫ് ബംഗാൾ. പ്രസിഡൻസി ബാങ്ക് ഓഫ് ബംഗാൾ എന്നതായിരുന്നു. ഈ ബാങ്കിന്റെ കാലാവധി 1706 ആരംഭിച്ചു. 1921 അതിന്റെ പേര് മാറി, അത് ഇമ്പീരിയൽ ബാങ്കായി മാറി. ഇനി ചോദ്യം, ഈ സേവിങ്സ് ബാങ്ക് സൗകര്യം ഏർപ്പെടുത്തിയ വർഷം എന്നാണ്? സേവിങ്സ് ബാങ്ക് സൗകര്യം ഏർപ്പെടുത്തിയ വർഷം എന്നാണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് എഴുതാം 1830. 1830 ഈ സേവിങ്സ് ബാങ്ക് സൗകര്യം ഏർപ്പെടുത്തിയത് എന്ന കാര്യം കൂട്ടുകാർ ഓർമ്മിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കുക നോക്കുക. ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യ ബാങ്ക്
ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. വർഷം 1770 ആരംഭിച്ചു, 1832 വരെ. അതിന്റെ ആസ്ഥാനം അത് കൽക്കട്ട. അടുത്തായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ബാങ്ക് ബംഗാൾ ബാങ്ക്. വർഷം 1784 ആരംഭിച്ചു, 1791 വരെയായിരുന്നു അതിന്റെ കാലാവധി. ഇനി ഒരു ചോദ്യമുണ്ട്, ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 1784 തന്നെയാണ്. അടുത്തതായി ഇന്ത്യയിൽ ആദ്യമായി സേവിങ്സ് ബാങ്ക് സൗകര്യം ഏർപ്പെടുത്തിയ ബാങ്ക് പ്രസിഡൻസി ബാങ്ക് ഓഫ് ബംഗാൾ. വർഷം 1806 ആരംഭിച്ചു, 1921 വരെയാണ്. ദെൻ ഈ സേവിങ്സ് ബാങ്ക് സൗകര്യം ഏർപ്പെടുത്തിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 1830 ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. അടുത്തൊരു പ്രധാന ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ഏതാണ്? ഫസ്റ്റ് ഫോറിൻ ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ഫസ്റ്റ് ഫോറിൻ ബാങ്ക് ഇൻ ഇന്ത്യ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചാർട്ടേഡ് ബാങ്ക് എന്നാണ്. പ്രീവിയസ് ചോദ്യങ്ങളാണ്, ഓർമ്മിക്കുക. ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ഫസ്റ്റ് ഫോറിൻ ബാങ്ക് ഇൻ ഇന്ത്യ അത് ചാർട്ടേഡ് ബാങ്ക്. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഇൻഡിജീനിയസ് ബാങ്ക് ഇൻ ഇന്ത്യ അത് അലഹാബാദ് ബാങ്ക്. അലഹാബാദ് ബാങ്ക് രൂപം കൊണ്ട വർഷം, അലഹാബാദ് ബാങ്ക് രൂപം കൊള്ളുന്നത് 1865 ഇനി എന്താണ് ഇൻഡിജീനിയസിന്റെ മലയാളം? ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയമായി ഇന്ത്യയിൽ രൂപം കൊണ്ട ആദ്യ ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് അലഹാബാദ് ബാങ്ക്. അപ്പോൾ ഓർമ്മിക്കുക രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഫസ്റ്റ് ഫോറിൻ ബാങ്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ഏതാണ്? അതിന്റെ ഉത്തരം ചാർട്ടേഡ് ബാങ്ക്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയമായ ബാങ്ക് ഫസ്റ്റ് ഇൻഡിജീനിയസ് ബാങ്ക് ഇൻ ഇന്ത്യ അത് അലഹാബാദ് ബാങ്ക്. അത് വർഷം 1865 ബാങ്ക് രൂപം കൊണ്ടത്. ഇപ്പോഴും നിലവിലുള്ള ഒരു ബാങ്കാണ് അലഹാബാദ് ബാങ്ക്. അടുത്തതായിട്ട് മറ്റൊരു ചോദ്യമാണ്, ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് ഫുള്ളി വിത്ത് ഇന്ത്യൻ ക്യാപിറ്റൽ, പൂർണ്ണമായിട്ടും ഇന്ത്യൻ മൂലധനത്തിൽ ആരംഭിച്ച ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് വിത്ത് ഫുള്ളി ഇന്ത്യൻ ക്യാപിറ്റൽ. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് വിത്ത് ഫുള്ളി ഇന്ത്യൻ ക്യാപിറ്റൽ. പൂർണ്ണമായിട്ടും ഇന്ത്യൻ ക്യാപിറ്റലിൽ ആരംഭിച്ച, പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ ആരംഭിച്ച ഇന്ത്യൻ ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ സാധിക്കണം, അത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. രൂപം കൊണ്ട വർഷം 1895. പഞ്ചാബ് നാഷണൽ ബാങ്ക് രൂപം കൊണ്ട വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 1895 ഇപ്പോഴും നിലവിലുള്ള ഒരു ബാങ്കാണ് ഈ പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഓർമ്മിക്കാം. ഫസ്റ്റ് ഫോറിൻ ബാങ്ക് ഇൻ ഇന്ത്യ അത് ചാർട്ടേഡ് ബാങ്ക്. ഫസ്റ്റ് ഇൻഡിജീനിയസ് ബാങ്ക് ഇൻ ഇന്ത്യ അലഹാബാദ് ബാങ്ക്, അല്ലെങ്കിൽ പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്ക് അലഹാബാദ് ബാങ്ക്. അതുപോലെ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് വിത്ത് ഫുള്ളി ഇന്ത്യൻ ക്യാപിറ്റൽ, പൂർണ്ണമായിട്ടും ഇന്ത്യൻ ക്യാപിറ്റൽ ഇന്ത്യൻ മൂലധനത്തിൽ ആരംഭിച്ച ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അതിന്റെ വർഷം അത് 1895. ഇനി ഒരു ചോദ്യമുണ്ട്, ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് ഏർപ്പെടുത്തിയ ബാങ്ക്. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് ക്രെഡിറ്റ് കാർഡ് അത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി സ്റ്റാർട്ടഡ് ക്രെഡിറ്റ് കാർഡ് ഏർപ്പെടുത്തിയ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് ഏർപ്പെടുത്തിയ ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഓർമ്മിക്കുക, 4 പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കുക, ഫസ്റ്റ് ഫോറിൻ ബാങ്ക് ഇൻ ഇന്ത്യ അത് ചാർട്ടേഡ് ബാങ്ക്. ഫസ്റ്റ് ഇൻഡിജീനിയസ് ബാങ്ക് ഇൻ ഇന്ത്യ അലഹാബാദ് ബാങ്ക്. മലയാളം ഓർമ്മിക്കുക, തദ്ദേശീയമായ ആദ്യ ബാങ്ക് അലഹാബാദ് ബാങ്ക്. വർഷം 1865. അടുത്തായിട്ട് ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് വിത്ത് ഫുള്ളി ഇന്ത്യൻ ക്യാപിറ്റൽ, പൂർണ്ണമായിട്ടും ഇന്ത്യൻ ക്യാപിറ്റലിൽ ആരംഭിച്ച ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അത് രൂപം കൊണ്ട വർഷം 1895. പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ച് 1-2 ചോദ്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് എല്ലാവർക്കും കൂട്ടുകാർക്കും അറിയാമായിരിക്കും, അത് ലാലാ ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ആര് ചോദിച്ചാൽ ലാലാ ലജ്പത് റായ് ആണ്. അത് ആദ്യമായി സ്ഥാപിച്ച സ്ഥലം എവിടെയാണ്? ചോദിച്ചാൽ അത് ലാഹോറിലായിരുന്നു. മറ്റൊരു ചോദ്യമുണ്ട്, അതിന്റെ ഇപ്പോഴത്തെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹി. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഇപ്പോഴത്തെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലുമാണ്. അടുത്ത മറ്റൊരു ചോദ്യമുണ്ട്,
ഇന്ത്യയിൽ ആദ്യമായി വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം, ഇന്ത്യയിൽ ആദ്യമായി VRS, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി VRS വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം പഞ്ചാബ് നാഷണൽ ബാങ്ക് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക് രൂപം കൊണ്ട വർഷം 1895 അതിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ലാല ലജ്പത് റായ് ആണ്. അത് സ്ഥാപിച്ച സ്ഥലം, ആദ്യമായി സ്ഥാപിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലാഹോറിലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണ്. അടുത്തായിട്ട് ഇന്ത്യയിൽ ആദ്യമായി വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം അല്ലെങ്കിൽ സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി, വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം അല്ലെങ്കിൽ സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരവും പഞ്ചാബ് നാഷണൽ ബാങ്ക് തന്നെയാണ് എന്ന കാര്യം കൂട്ടുകാർ ഓർമ്മിക്കുക. ഇനി ഒരെണ്ണം, ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് ക്രെഡിറ്റ് കാർഡ്, ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് സൗകര്യം ഏർപ്പെടുത്തിയ ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ്. അപ്പോൾ ആദ്യത്തെ 3 കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ചോദിച്ചാൽ അത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ബാങ്ക്. അത് രൂപം കൊണ്ടത് 1770 അത് ഇന്ത്യയിൽ അവസാനിച്ചത് 1832 അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ചെക്ക് സമ്പ്രദായം, ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് ചെക്ക് സിസ്റ്റം ഏതാണ് എന്ന് ചോദിച്ചാൽ കൂട്ടുകാർ ഓർമ്മിച്ച് പറയൂ. ബംഗാൾ ബാങ്ക് ആണ്. ബംഗാൾ ബാങ്ക് രൂപം കൊണ്ട വർഷം എന്താണെന്ന് ചോദിച്ചാൽ 1784 1791 വരെ അതിന്റെ കാലാവധി ഉണ്ടായിരുന്നു. ഇനി ആ ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 1784 തന്നെയാണ്. അടുത്തായിട്ട് ഇന്ത്യയിൽ ആദ്യമായി സേവിങ്സ് ബാങ്ക് സൗകര്യം ഏർപ്പെടുത്തിയ ബാങ്ക് ചോദിച്ചാൽ അത് പ്രസിഡൻസി ബാങ്ക്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പ്രസിഡൻസി ബാങ്ക് ഓഫ് ബംഗാൾ 1806 രൂപം കൊണ്ട പ്രസിഡൻസി ബാങ്ക് ഓഫ് ബംഗാൾ ആയിരുന്നു. ആ ബാങ്കിന്റെ കാലാവധി 1806 തുടങ്ങി 1921 വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സിസ്റ്റം, അതായത് ഈ സേവിങ്സ് ബാങ്ക് സൗകര്യം ഏർപ്പെടുത്തിയ വർഷമാണെങ്കിൽ അത് 1830 അടുത്ത പ്രധാനപ്പെട്ട ഈ 4 കാര്യങ്ങൾ, ഫസ്റ്റ് ഫോറിൻ ബാങ്ക്, ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചാർട്ടേഡ് ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ബാങ്ക്, ഫസ്റ്റ് ഇൻഡിജീനിയസ് ബാങ്ക്, അത് അലഹാബാദ് ബാങ്ക്. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് വിത്ത് ഫുള്ളി ഇന്ത്യൻ ക്യാപിറ്റൽ, പൂർണ്ണമായും ഇന്ത്യൻ ക്യാപിറ്റലിൽ ആരംഭിച്ച ബാങ്ക്, പൂർണ്ണമായും ഇന്ത്യൻ മൂലധനത്തിൽ ആരംഭിച്ച ബാങ്ക്, അത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. വർഷം 1895. പ്രധാനപ്പെട്ട 1-2 കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അതിന്റെ സ്ഥാപകനായ ഫൗണ്ടർ ലാല ലജ്പത് റായ് ആണ്. ദെൻ സ്ഥാപിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലാഹോറിലായിരുന്നു. ഇപ്പോഴത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് അത് ന്യൂഡൽഹിയിലാണ്. ദെൻ ഇന്ത്യയിൽ ആദ്യമായി വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം, ആ ഒരു കാര്യം ഓർമ്മിക്കുക, വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം, സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് വോളണ്ടറി റിട്ടയർമെന്റ് സ്കീമും അത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. അടുത്തത് ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് ക്രെഡിറ്റ് കാർഡ്, ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് സൗകര്യം ഏർപ്പെടുത്തിയ ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. ഇന്ന് 2 ചോദ്യങ്ങൾ കൂടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക്, ഇന്ത്യയിലെ ആദ്യ ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ അത് സിറ്റി യൂണിയൻ ബാങ്ക്. ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ സിറ്റി യൂണിയൻ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സിറ്റി യൂണിയൻ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക്. ഇത് രൂപം കൊണ്ടത് 1904 1904 സിറ്റി യൂണിയൻ ബാങ്ക് രൂപം കൊണ്ടത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക്. അടുത്ത ഫസ്റ്റ് ISO സർട്ടിഫൈഡ് ബാങ്ക് അറിയപ്പെടുന്നത് കാനറ ബാങ്ക്. ഫസ്റ്റ് ISO സർട്ടിഫൈഡ് ബാങ്ക് കാനറ ബാങ്ക്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നമുക്കറിയാം, അത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ 2 കാര്യം ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ സിറ്റി യൂണിയൻ ബാങ്ക് രൂപം കൊണ്ടത് 1904 അടുത്ത ഫസ്റ്റ് ISO സർട്ടിഫൈഡ് ബാങ്ക്, ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കാനറ ബാങ്ക് ആണ്. ഇനി ഫസ്റ്റ് ബാങ്ക് ഇൻ കേരള, കേരളത്തിലെ ആദ്യ ബാങ്ക്, ഫസ്റ്റ് ബാങ്ക് ഇൻ കേരള ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് നെടുങ്ങാടി ബാങ്ക്. ഫസ്റ്റ് ബാങ്ക് ഇൻ കേരള അത് നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്ക് രൂപം കൊണ്ട വർഷം, നെടുങ്ങാടി ബാങ്ക് എന്ന് രൂപം കൊണ്ടു എന്ന് ചോദിച്ചാൽ അത് 1899 1899 രൂപം കൊണ്ടു. അത് ഹെഡ്ക്വാർട്ടേഴ്സ്, ആസ്ഥാനം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട്. നെടുങ്ങാടി ബാങ്ക് എവിടെയായിരുന്നു ആസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട്. അപ്പോൾ 3 ചോദ്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക്, ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക് 1904. ഫസ്റ്റ് ISO സർട്ടിഫൈഡ് ബാങ്ക് കാനറ ബാങ്ക്. ഫസ്റ്റ് ബാങ്ക് ഇൻ കേരള നെടുങ്ങാടി ബാങ്ക്, അത് 1899 അത് കേരളത്തിലെ കോഴിക്കോടിലാണ് ആരംഭിച്ചത്. അതിന്റെ ഫൗണ്ടർ, സ്ഥാപകൻ അപ്പു നെടുങ്ങാടിയായിരുന്നു. ഈ ബാങ്ക് എന്നായിരുന്നു? അത് 2003 ആയപ്പോഴേക്കും 2003 ഈ ബാങ്ക് 2003 ഈ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിച്ചു എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഇപ്പോൾ നെടുങ്ങാടി ബാങ്ക് നിലവിലില്ല. 2003 ആയപ്പോഴേക്കും അത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിച്ചു എന്ന കാര്യം
കൂട്ടുകാർക്ക്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തായി പഠിക്കാനുള്ളത് ATM വിശേഷങ്ങൾ. അതായത് ATM കുറിച്ച്, ATM ആദ്യം നടപ്പിലാക്കിയത്, ATM കുറച്ച് സവിശേഷതകൾ മനസ്സിലാക്കിയ 1-2 ചോദ്യങ്ങളുണ്ടായിരുന്നു. നമുക്കിനി അതിലേക്ക് വരാം. അടുത്തതായി ബാങ്ക് കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ അബൌട്ട് ATMമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ATM വിശേഷങ്ങൾ, കുറച്ച് ATM വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ATM ആരംഭിച്ചത് ആര്? ഫസ്റ്റ് ATM ഇൻ ഇന്ത്യ. ഫസ്റ്റ് ATM ഇൻ ഇന്ത്യ. ഫസ്റ്റ് ATM ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ATM ആരംഭിച്ച ബാങ്ക്, ഫസ്റ്റ് ATM ഇൻ ഇന്ത്യ ആര് സ്ഥാപിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ATM ആരംഭിച്ച ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് HSBC. അതിന്റെ ഫുൾ ഫോം ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ. ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ. ഇത് സ്ഥാപിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മുംബൈ. സ്ഥാപിച്ച സ്ഥലം മുംബൈയിലാണ്. വർഷം 1987-ലുമാണ്. പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യമായി ATM ആരംഭിച്ച ബാങ്ക് HSBC, അതിന്റെ ഫുൾ ഫോം ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ. ആസ്ഥാനം മുംബൈയിലാണ്, അതായത് സ്ഥാപിച്ച സ്ഥലം മുംബൈയിലാണ്. വർഷം 1987-ലുമാണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ATM ആരംഭിച്ച ബാങ്ക് HSBC, ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ. അത് എവിടെ സ്ഥാപിച്ചു വെച്ചാൽ മുംബൈയിലാണ്. സ്ഥാപിച്ച വർഷം 1987-ലുമാണ്. അടുത്ത ചോദ്യം, ഫസ്റ്റ് ATM ഇൻ കേരള. ഫസ്റ്റ് ATM ഇൻ കേരള. കേരളത്തിൽ ആദ്യമായി ATM ആരംഭിച്ച ബാങ്ക് അത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ്. ഓർമ്മിക്കുക, ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ്. കേരളത്തിൽ ആദ്യമായി ATM ആരംഭിച്ച ബാങ്കാണ് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ്. എവിടെ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ് സ്ഥാപിച്ചത്. സ്ഥാപിച്ച വർഷം 1992-ലായിരുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ ഓർമ്മിക്കുക. ഫസ്റ്റ് ATM ഇൻ ഇന്ത്യ HSBC, വർഷം 1987, സ്ഥലം മുംബൈയിലാണ്. ഫസ്റ്റ് ATM ഇൻ കേരള ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ്, അത് തിരുവനന്തപുരത്ത് 1992-ലാണ്. അടുത്ത ചോദ്യം, ഫസ്റ്റ് ATM ഇൻ ദ വേൾഡ്. ലോകത്തിലാദ്യമായി ഫസ്റ്റ് ATM ഇൻ ദ വേൾഡ്. ഫസ്റ്റ് ATM ഇൻ ദ വേൾഡ് സ്ഥാപിച്ച ബാങ്ക് ചോദിച്ചാൽ അത് ബാർക്ലേസ് ബാങ്ക്. ബാർക്ലേസ് ബാങ്ക്. ലോകത്തിലാദ്യമായി ATM ആരംഭിച്ച ബാങ്കാണ് ബാർക്ലേസ് ബാങ്ക്. അത് എവിടെ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ അത് ലണ്ടനിലാണ് സ്ഥാപിച്ചത്. ലണ്ടനിലാണ്. സ്ഥാപിച്ച വർഷം 1967. ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിനും 20 വർഷങ്ങൾക്ക് മുൻപ് 67-ലാണ് ലണ്ടനിൽ സ്ഥാപിച്ചത്. അപ്പോൾ 3 കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കുക. ഫസ്റ്റ് ATM ഇൻ ഇന്ത്യ HSBC, ഫുൾ ഫോം ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ. ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ. എവിടെ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ അത് മുംബൈയിലാണ്. അത് 1987-ലാണ് സ്ഥാപിച്ചത്. അടുത്തായിട്ട് ഫസ്റ്റ് ATM ഇൻ കേരള, അത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ്, തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു 1992, 1992-ൽ. അതായത് ഫസ്റ്റ് ATM ഇൻ ദ വേൾഡ്. ലോകത്തിലാദ്യമായി ATM ആരംഭിച്ച ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാർക്ലേസ് ബാങ്ക്, ലണ്ടനിൽ സ്ഥാപിച്ചു 1967. ഇനി പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ദ പീക്കസ്റ്റ് ATM ഇൻ ഇന്ത്യ. പീക്കസ്റ്റ് ATM ഇൻ ഇന്ത്യ. പീക്കസ്റ്റ് ATM, അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ATM. പീക്കസ്റ്റ് ATM ഇൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ATM സ്ഥാപിച്ച ബാങ്ക് ആക്സിസ് ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ATM ആരംഭിച്ച ബാങ്കാണ് ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്ക് ആരംഭിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തെഗു, സിക്കിമിലെ തെഗു. തെഗു ഇൻ സിക്കിം. തെഗു ഇൻ സിക്കിം സ്ഥാപിച്ച സ്ഥലം തെഗു ഇൻ സിക്കിം. സ്ഥാപിച്ച വർഷം എന്നാണ് എന്ന് ചോദിച്ചാൽ അത് 2003-ലായിരുന്നു. 2003-ലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ATM ആയിട്ട് സിക്കിമിലെ തെഗു സ്ഥാപിച്ചത്. പക്ഷേ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ATM സിക്കിമിലെ തെഗു അല്ല, അത് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ ആ സ്ഥാനം സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ATM ആയിരുന്നു സിക്കിമിലെ തെഗു എന്ന് വരെ 2017 മുൻപേ വരെ. പക്ഷേ 2017-ൽ പാകിസ്ഥാനിലെ നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാൻ ഒരു ATM സ്ഥാപിച്ചതോടുകൂടി നമ്മൾ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന കാര്യവും ഓർമ്മിക്കുക. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഫസ്റ്റ് ATM ഇൻ ഇന്ത്യ HSBC, ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ, മുംബൈയിൽ സ്ഥാപിച്ചു 1987-ൽ. ഫസ്റ്റ് ATM ഇൻ കേരള ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ്, തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു 1992. ഫസ്റ്റ് ATM ഇൻ ദ വേൾഡ് ബാർക്ലേസ് ബാങ്ക്, ലണ്ടനിൽ സ്ഥാപിച്ചു 1967. പീക്കസ്റ്റ് ATM ഇൻ ഇന്ത്യ ആക്സിസ് ബാങ്ക് സ്ഥാപിച്ചു, അത് സിക്കിമിലെ തെഗുവിലായിരുന്നു, 2003-ലായിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇനി പീക്കസ്റ്റ് ATM ഇൻ ദ വേൾഡ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. പീക്കസ്റ്റ് ATM ഇൻ ദ വേൾഡ്. പീക്കസ്റ്റ് ATM ഇൻ ദ വേൾഡ്. പീക്കസ്റ്റ് ATM ഇൻ ദ വേൾഡ് സ്ഥാപിച്ച ബാങ്കാണ് നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാൻ. നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാൻ. നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാൻ സ്ഥാപിച്ച സ്ഥലമാണെങ്കിൽ അത് ഖുജറാവോ പാസ്. ഖുജറാവോ പാസ്. അവരുടെ ഖുജറാവോ ചുരം എന്ന സ്ഥലത്തിലാണ്, ഖുജറാവോ പാസിലാണ് സ്ഥാപിച്ചത്.
അത് 2017 2017 നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ATM സ്ഥാപിച്ചത്. അത് ഖുജറാവോ പാസിലായിരുന്നു, 2017 അപ്പോഴാണ് സിക്കിമിലെ തെഗുവിന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ATM എന്ന സ്ഥാനം നഷ്ടപ്പെട്ട് 2ാം സ്ഥാനത്തേക്ക് നാം വന്നത്. അപ്പോൾ 5 കാര്യങ്ങൾ കൃത്യമായി കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് ഒന്ന് ഓർമ്മയെന്ന് പറയാൻ ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യ ATM സ്ഥാപിച്ച ബാങ്ക് ഇന്ത്യയിലെ ആദ്യ ATM ആരംഭിച്ച ബാങ്ക് ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിംഗ് കോർപ്പറേഷൻ. സ്ഥാപിച്ച വർഷം 1987. സ്ഥലം മുംബൈയിലായിരുന്നു. 2ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ATM ആരംഭിച്ച ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ്. സ്ഥാപിച്ച സ്ഥലം തിരുവനന്തപുരം. വർഷം 1992 1992. ദെൻ 3ാമത്തേത്, ഫസ്റ്റ് ATM ഇൻ ദ വേൾഡ്, ലോകത്തിൽ ആദ്യമായി ATM ആരംഭിച്ച ബാങ്ക് അത് ബാർക്ലേസ് ബാങ്ക്. അത് സ്ഥാപിച്ച സ്ഥലം ലണ്ടനിലായിരുന്നു. വർഷം 1967. ഇന്ത്യയിൽ ആരംഭിക്കുന്നതിനും 20 വർഷങ്ങൾക്ക് മുൻപാണ് സ്ഥാപിച്ചത്. അടുത്ത, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ATM, ദ പീക്കസ്റ്റ് ATM ഇൻ ഇന്ത്യ സ്ഥാപിച്ച ബാങ്ക് ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്ക് സ്ഥാപിച്ചത് 2003 സ്ഥലം സിക്കിമിലെ തെഗുവിലായിരുന്നു. അന്നത്തെ അതിന്റെ സ്ഥാനം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ATM എന്നായിരുന്നു. പക്ഷേ ഇന്ന് ആ സ്ഥാനം പിന്തള്ളപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ ലോകത്തിലെ പീക്കസ്റ്റ് ATM ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ATM ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാൻ സ്ഥാപിച്ചു. ഖുജറാവോ ചുരത്തിലാണ് സ്ഥാപിച്ചത്. സ്ഥാപിച്ച വർഷം 2017 എന്ന കാര്യവും ഓർമ്മിക്കുക. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് വരുന്നത് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM, ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM. ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM ഇൻ ദ വേൾഡ്, ലോകത്തിലെ ആദ്യമായി ഒഴുകുന്ന ATM ആരംഭിച്ച ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് SBI. ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM ഇൻ ദ വേൾഡ് സ്ഥാപിച്ച ബാങ്ക് SBI. വർഷം 2004. സ്ഥലം കൊച്ചി ടു വൈപ്പിൻ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM ഇൻ ദ വേൾഡ് SBI സ്ഥാപിച്ചു. 2004 അത് കൊച്ചി ടു വൈപ്പിൻ. ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM ഇൻ ദ വേൾഡ് സ്ഥാപിച്ച ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് SBI ആണ്. സ്ഥലം 2004, അത് കൊച്ചി ടു വൈപ്പിൻ. അടുത്തതായിട്ട് ഫസ്റ്റ് ടോക്കിംഗ് ATM ഇതിനാദ്യമായി സംസാരിക്കുന്ന ഫസ്റ്റ് ടോക്കിംഗ് ATM സ്ഥാപിച്ച ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ടോക്കിംഗ് ATM യൂണിയൻ ബാങ്ക് സ്ഥാപിച്ചു. അത് 2012 സ്ഥാപിച്ചു. അത് അഹമ്മദാബാദിലാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യമായി സംസാരിക്കുന്ന ATM സ്ഥാപിച്ചത്. യൂണിയൻ ബാങ്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഗാന്ധിജി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏക ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് യൂണിയൻ ബാങ്ക്. ആ ഒരു കാര്യം ഓർമ്മിക്കുക. ഗാന്ധിജി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏക ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ അത് യൂണിയൻ ബാങ്ക്. 2012 അവർ ATM, അത് 1919 യൂണിയൻ ബാങ്ക് സ്ഥാപിക്കുന്നത്. എന്നാൽ അവർ ATM, അതായത് ഈ ടോക്കിംഗ് ATM, സംസാരിക്കുന്ന ATM ആദ്യമായിട്ട് സ്ഥാപിച്ച ബാങ്കാണ് ഈ യൂണിയൻ ബാങ്ക്. അത് സ്ഥലം അഹമ്മദാബാദിലായിരുന്നു. ഇനി ഫസ്റ്റ് മൊബൈൽ ATM ഇന്ത്യയിൽ ആദ്യമായി സഞ്ചരിക്കുന്ന ATM സ്ഥാപിച്ച ബാങ്ക് ICICI. ഫുൾ ഫോം ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അവർ 2002 സ്ഥാപിച്ചത്. അത് പഞ്ചാബിലാണ്. 2002 പഞ്ചാബിലാണ് ഫസ്റ്റ് സഞ്ചരിക്കുന്ന ATM സ്ഥാപിച്ചത്. തമ്മിൽ വ്യത്യാസം വരേണ്ടത് ഓർമ്മിക്കുക. മൊബൈൽ മീൻസ് സഞ്ചരിക്കുന്ന, ഫ്ലോട്ടിംഗ് മീൻസ് ഒഴുകുന്ന ATM ആരംഭിച്ചത് SBI ആണ്. മൊബൈൽ, അതായത് സഞ്ചരിക്കുന്ന ATM ആരംഭിച്ചത് അത് ICICI ആണ് എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഒന്നുകൂടെ കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ATM ഇൻ ദ വേൾഡ്, ഇന്ത്യയിൽ ആദ്യമായി ഒഴുകുന്ന ATM ആരംഭിച്ചത് SBI. വർഷം 2004. സ്ഥലം കൊച്ചി ടു വൈപ്പിൻ. ഫസ്റ്റ് ടോക്കിംഗ് ATM ആദ്യമായി സംസാരിക്കുന്ന ATM ആരംഭിച്ചത് യൂണിയൻ ബാങ്ക്. 2012 അഹമ്മദാബാദില്. ഫസ്റ്റ് മൊബൈൽ ATM അത് ICICI 2002 പഞ്ചാബിലാണ് ആരംഭിച്ചത് എന്ന കാര്യവും കൃത്യമായി ഓർമ്മിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ATMനെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾ. ഇനിയൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ളത് ATMന്റെ മുൻഗാമി. വാട്ട് ഇസ് ദ ഫോർമർ നെയിം ഓഫ് ATM? ATMന്റെ മുൻഗാമി എന്താണ്? ഫോർമർ നെയിം ഓഫ് ATM എന്താണെന്ന് ചോദിച്ചാൽ അത് ഡോക്യൂടെൽ മെഷീൻ. ATMന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന മെഷീന്റെ പേരാണ് ഡോക്യൂടെൽ മെഷീൻ. ഇതിന്റെ ഫൗണ്ടർ ആരാണ് എന്ന് ചോദിച്ചാൽ ATMന്റെ പിതാവ് അല്ലെങ്കിൽ ഡോക്യൂടെൽ മെഷീന്റെ ഫൗണ്ടർ ജോൺ ഷെഫേർഡ് ബാരൻ. ATMന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന മെഷീനാണ് ഡോക്യൂടെൽ മെഷീൻ. അതിന്റെ ഫൗണ്ടറാണ് ജോൺ ഷെഫേർഡ് ബാരൻ. അപ്പോൾ ATMന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ജോൺ ഷെഫേർഡ് ബാരൻ തന്നെയാണെന്നുള്ള കാര്യം ഓർമ്മിക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ATM കുറിച്ച് PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ പഠിച്ചു. അതുപോലെ ATM ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങൾ, ATM ആദ്യമായി നടപ്പിലാക്കിയത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ത്യൻ എക്കോണമിയിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ, മുൻകാല വർഷങ്ങളിലെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതോട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് നാം ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ആവർത്തിച്ച് പഠിക്കുക. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ ആവർത്തിച്ച് നിങ്ങൾ മനസ്സിൽ കേൾക്കുക, കേട്ട് മനസ്സിലാക്കുക, കൃത്യമായി ഓർമ്മിച്ച് വെക്കുക. വേണമെങ്കിൽ കാര്യങ്ങളൊന്ന് കുറിച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വായിക്കുക. ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓരോ ക്ലാസ്സും വിലപ്പെട്ടതാണ്, ഓരോ അറിവും വിലപ്പെട്ടതാണ്, ഒരറിവും ചെറുതല്ല എന്ന ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ഏതൊരു പരീക്ഷയ്ക്ക് പോയാലും, ഏതൊരു പരീക്ഷ അറ്റൻഡ് ചെയ്താലും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ, മാക്സിമം വിജയങ്ങൾ കൈവരിക്കാൻ, ഏറ്റവും ഉയരത്തിൽ ഏറ്റവും വേഗത്തിൽ ഒരു ജോലി കൈവരിക്കാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. നന്ദി.